ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ളോഗ്. അപ്പം ഗൈസ്, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. ഒരു ചർച്ചാ വിഷയം, അതായത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് ആയിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് മറ്റേ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ പടത്തെ പറ്റിയിട്ട് ഇടവേള ബാബുവിൻ്റെ ഒരു പരാമർശം വന്നത്. അപ്പോൾ അത് എല്ലാവരും കണ്ട് എല്ലാവരും ഇതായിരിക്കുന്നതാണ്. അപ്പം ഞാനും എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ഒരു കണ്ടൻ്റ് ആക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഈ ഇടവേള ബാബുവിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒട്ടുമിക്ക മലയാളി പ്രേക്ഷകർക്കും അതേപോലെ തന്നെ ന്യൂസ് കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു 6 മാസം മുന്നേ നമ്മുടെ വിജയബാബുവിൻ്റെ ഒരു പ്രശ്നം വന്ന സമയത്ത് അമ്മ എന്ന് പറഞ്ഞ സംഘടന ഒരു ക്ലബ്ബാന്ന് പറഞ്ഞ ടീമാണ്. അത്രയ്ക്ക് വിവരദൂഷിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അത്രയ്ക്ക് വിവരമേ അവനുള്ളൂ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ആ ഒരു വിവരമില്ലായ്മ തരമാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവനയിലും കണ്ടത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പടത്തിലൊരു തെറി പറയുന്നു, ആ നായിക തെറി പറയുന്നു എന്നുള്ളതാണ് അവന് വിഷയം. പിന്നെ അതുമല്ല, തുടക്കമേ പറയുന്നത് ഇങ്ങനെയാണ്, ആ പടം മൊത്തത്തിൽ നെഗറ്റീവാണ്, പിന്നെ ആർക്കും നന്ദി പറയാനില്ല എന്നും പറഞ്ഞിട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ മലയാള സിനിമയിൽ നമ്മൾ കാണാൻ തുടങ്ങിയപ്പം തൊട്ടേ ഈ പടത്തിൻ്റെ ആദ്യം തൊട്ടേ സ്പെഷ്യൽ താങ്ക്സ് ഫോർ പത്മശ്രീ മമ്മൂട്ടി, അല്ലെങ്കിൽ ലഫ്റ്റനൻറ്റ് ജനറൽ അല്ലെ കേണൽ മോഹൻലാൽ, അല്ലെങ്കിൽ സ്പെഷ്യൽ താങ്ക്സ് ടു അമ്മ, സ്പെഷ്യൽ താങ്ക്സ് ടു ഇന്നവർ അന്നവർ, പിന്നെ മന്ത്രി MLA കൊടച്ചക്രം, പിന്നെ എന്താ പറയുന്നത്, അങ്ങനെയുള്ള കുറേ ചാനലുകാരുടെ സൂര്യ TV, കൈരളി TV എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊന്നും പറയാൻ താല്പര്യമില്ലാതെ ഒരു സിനിമ ചെയ്യാൻ ഒരുത്തന് താല്പര്യം ഉണ്ടെങ്കിൽ അവൻ ചെയ്യട്ടെന്നേ. ഇപ്പം ഇടവേള ബാബുവിന് നന്ദി പറയണം, അല്ലെങ്കിൽ അമ്മ സംഘടനയ്ക്ക് നന്ദി പറയണം, അല്ലെങ്കിൽ ഇന്നവർക്ക് നന്ദി പറയണം എന്ന് അവിടെ എഴുതിയൊന്നും വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. അത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുന്ന ആളുടെ താല്പര്യമാണ്. അതിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മാറ്റണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സ്ക്രിപ്റ്റ് എഴുതണം, അല്ലെങ്കിൽ ആ പടം എങ്ങനെ വിജയിപ്പിക്കണം എന്നുള്ളത് അവൻ്റെ ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും അതേപോലെ തന്നെ ഓരോ സിനിമ എടുക്കുന്ന ആളുടെ താല്പര്യം പോലിരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അതിൻ്റെ അകത്ത് ഈ ഇടവേള ബാബുവിന് ഇതിന് മാത്രം പൊള്ളാൻ മാത്രം അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല. അപ്പം അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചുരുളി എന്ന് പറയുന്ന പടം എല്ലാവരും കണ്ടതാണ് അല്ലേ. പിള്ളേർ കാണാൻ പിള്ളേരെ കാണിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒട്ടുമിക്ക ഫാമിലികളും കണ്ടിട്ടുള്ള പടമാണ്. അപ്പം പിള്ളേരും കണ്ടിട്ടുണ്ടാവും. കാരണം യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ അതിൻ്റെ ക്ലിപ്സ് കിടപ്പുണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഓരോ നായകന്മാരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നാണം വരും ചിലർക്ക്. എന്നെ സംബന്ധിച്ചോളം ഞാൻ കേട്ടപ്പം ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ആ പടം ഞാൻ കണ്ടപ്പം, ചുരുളി എന്ന് പറഞ്ഞ പടം കണ്ടപ്പം. അപ്പം അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ആ ഒരു വേർഡ് പറഞ്ഞതിൽ ഇപ്പം എന്നെ കുഴപ്പം എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്ന കേട്ടോ. ഇപ്പം ഇഷ്ടംപോലെ പടത്തിൽ എന്തെല്ലാം വേർഡ്സ് വരുന്നു, മാകൂട്ടിയും ബാവൂട്ടിയും, പിന്നെ പഴയ പടങ്ങളിലൊക്കെ എന്തെല്ലാം തെറികൾ പറയുന്നുണ്ട്. അപ്പം അന്നപ്പോൾ ഒന്നും ഇല്ലാത്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവേള ബാബുവിന് ഒന്നാമത് വിവരമില്ല. അതേപോലെ തന്നെ പിന്നെ ഈ സംഘടനയ്ക്ക് താങ്ക്സ് പറഞ്ഞില്ല എന്നുള്ളതായിരിക്കും അങ്ങേറെ പുതിയ ഒരു ചുടുപ്പേതാ. ആർക്കും താങ്ക്സ് പറഞ്ഞില്ല, വലിയ നടന്മാർക്കൊന്നും സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞില്ല എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ആയിരിക്കും പുള്ളിക്കാരൻ്റെ ഒരു വിഷമം. എന്താണേലും നല്ല രസമുണ്ട് ചർച്ച കാണാനും, ഇങ്ങനെ ട്രോള് വരുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ എന്താണേലും ഇടവേള ബാബുവിനെ കൂട്ടുള്ള ഈ തൊഴുത്തു കുത്തികൾ, അങ്ങേര് പണ്ട് തൊട്ടേ ഞാൻ കേൾക്കുന്നതാണ്, ഏറ്റവും കൂടുതൽ ഈ അമ്മ സംഘടനയിലെ ഏറ്റവും പാവനാന്നുള്ളത്. അവനെ കഴിഞ്ഞ് എല്ലാം ചെയ്യാവൂ, അല്ലെങ്കിൽ അവനോട് ചോദിച്ചിട്ട് എല്ലാം ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞിട്ട്. വേറെ പണിയൊന്നുമില്ലല്ലോ, ഒന്നാമത്തെ പടമില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഈ വലിയ സ്റ്റാർമാർ പോപ്പുലറായിട്ടുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള വലിയ സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർമാരൊക്കെ ആസനം താങ്ങി നടക്കുന്ന ഒരു ഡാഷ്മോനാണ് ഈ ഇടവേള ബാബു. അപ്പം പിന്നെ അതിലെത്രയൊക്കെ ഉള്ളു കാര്യം. അപ്പം പിന്നെ നമ്മൾ ഇതൊക്കെ കണ്ട് രസിക്കാം എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവനോട് പറഞ്ഞായിട്ട് ഇവന് വിവരമില്ല, നാളെ ഇവന് ഈ വിവരക്കേടുകൾ തന്നെ പറയും. അപ്പം എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഈ പറയുന്ന കാര്യം ഇവനെയൊക്കെ പൊക്കിപ്പിടിച്ച് ഈ വലിയ ചർച്ചയാക്കേണ്ട കാര്യമൊന്നുമില്ല. അവനവൻ്റെ കാര്യം നോക്കി നടക്കട്ടെ എന്ന് വിചാരിക്കുക, അത്രയുള്ള കാര്യം. അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ അഭിപ്രായം. അപ്പം പുതിയൊരു വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.